ഈ കാത്തിരിപ്പിന്റെ വിഷമമൊക്കെ അതിലങ്ങ് മാറും. എന്നിട്ട് ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്ക്. വേണം ബെഞ്ചമിൻ. വല്യച്ഛന്റെ മകനാണെങ്കിലും വരുണിനോട് തോന്നിയിട്ടുള്ള അസൂയ ചെറുതല്ല. ഒത്താൽ അവന് മേലെ. പലതവണ പുറത്താക്കി വാതിലടയ്ക്കാൻ പറഞ്ഞിട്ടും അങ്ങനെയാണെങ്കിൽ എന്റെ മോളോടൊപ്പം ഞാനും പുറത്തു പോകുന്നു പറഞ്ഞത് അച്ഛൻ. അങ്ങനെ ഒരു തീരുമാനം അച്ഛൻ എടുത്തില്ലായിരുന്നെങ്കിൽ അമ്മ ഇന്ന് എന്നെ കാണില്ലായിരുന്നു. മാഡം, ഇവളുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ആപത്തിനെ കുറിച്ചുള്ള ശങ്കകളായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. ഇനിയിപ്പോൾ അതുണ്ടാവില്ല. ഇവൾക്ക് കാവലായി ഇവളുടെ പെറ്റമ്മയെ തന്നെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കഴിക്കും മാഡം. സൂപ്പർ. ഗുഡ് മോർണിംഗ് ബെഞ്ചമിൻ. ഗുഡ് മോർണിംഗ്. 2 ദിവസമായിട്ട് തന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനിടയിൽ ചില പേഴ്സണൽ പ്രോബ്ലംസും കാണുമല്ലോ. എനിക്കൊരു ചെറിയ യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ പൊതുവെ ഫോൺ എടുക്കാറില്ല. ഓക്കെ. അല്ല, ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഇല്ലാതിരിക്കാൻ പറ്റുമോ? കണിമംഗലം ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരമേശ്വര സാറ് നേരിട്ട് ഇറങ്ങിയിരിക്കല്ലേ. അച്ഛൻ്റെ മോൻ്റെ ഇടയിൽ സഹായമായിട്ട് നിന്നല്ലേ പറ്റൂ. എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേ പാവങ്ങളെ. വല്യച്ഛനൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുകയെന്ന് പറഞ്ഞ ഈ സിംഹം കൂട്ടിന്നിറങ്ങുന്നത് പോലെ, പ്രത്യേകിച്ച് ബിസിനസ് കാര്യത്തിൽ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടാലന്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ന്യായമായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കണിമംഗലം പരമേശ്വരന് കഴിവുണ്ടായിരിക്കും. പക്ഷേ ഒരു കൊമ്പൊടിച്ചത് പരമേശ്വരൻ കണ്ടെത്തിയ മറ്റു കൊമ്പുകൾ വീഴാൻ നിൽക്കുകയാണെന്നും അടിവേരുകൾ പിഴുതു മാറ്റിയിട്ടുണ്ടെന്നും ഒരിക്കലും മനസ്സിലാവരുത്. എല്ലാം തൻ്റെ കയ്യിലാ. ഞാൻ പറഞ്ഞത് എന്താ ഗൗതം? കണിമംഗലം ഗ്രൂപ്പിന്റെ അധികാരം എടുത്ത് ഞാൻ നിങ്ങളെ കാൽക്കിൽ വെച്ച് തരുമെന്നല്ലേ? അത് ഈ ബെഞ്ചമിൻ ചെയ്തിരിക്കും. പിന്നെ ജയിലിൽ കിടക്കുന്ന തന്റെ അച്ഛന്റെ കാര്യം, സാറാ അദ്ദേഹത്തെ പുറത്തിറക്കാനുള്ള മൂവ് തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ പെട്ടെന്ന് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാവോ? എന്റെ സഹോദരി ആയതുകൊണ്ട് പറയുമല്ല, അത്ഭുതങ്ങൾ കാണിക്കാൻ മിടുക്കിയാണ് സാറാ. ഇത്രയും ക്രൂരമായ മനസ്സോടെ നടക്കുന്ന എന്നെപ്പോലും പലപ്പോഴും അവൾ ഞെട്ടിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് പേടിക്കണ്ട. നമ്മൾ ആ ഏരിയയെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. താങ്ക് യു ബെഞ്ചമിൻ. സാറയോട് ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം. തീർച്ചയായും. അല്ല,
താനെന്താ പരിപാടി? ഈ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കഷത്ത് വെച്ചിട്ട് ഗവൺമെന്റ് ജോലി വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കില്ലേ? അതാണിപ്പോൾ എൻ്റെ സ്ഥിതി. അച്ഛൻ വരട്ടെ, കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് വെച്ച് കാത്തിരിക്കുന്നു. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ബിസിനസിനെ കുറിച്ചാണ്. അതല്ലാതെ വേറൊന്നും നോക്കാനും പറ്റില്ല. പക്ഷെ ഭാഗ്യം ചെയ്തവനല്ലടോ. കണിമംഗലം പക്ഷം പിടിച്ച് നടക്കുന്ന യുവരാജാവല്ലേ താൻ? ഈ കാത്തിരിപ്പിന്റെ വിഷമമൊക്കെ അതിലങ്ങ് മാറും. എന്നിട്ട് ഗംഭീരായിട്ട് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്ക്. വേണം ബെഞ്ചമിൻ. വല്യച്ഛന്റെ മകനാണെങ്കിലും വരുണിനോട് തോന്നിയിട്ടുള്ള അസൂയ ചെറുതല്ല. ഒത്താൽ അവന് മേലെ. അതാണ് ഗൗതമിന്റെ നോട്ടം. നമുക്ക് നടത്തിയെടുക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളെ, അച്ഛനെ തൊട്ടു തൊഴ. അഖിൽ സാർ, ഒരുപാട് പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവസാനം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മോളെ, അവളെല്ലാം തിരിച്ചറിഞ്ഞിട്ടതാ ഞാൻ സാറിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ഇനി വേണം അഖിൽ സാറിന് കൊടുക്കാൻ പറ്റാതെ പോയതും വിധി എന്നെ തടഞ്ഞതുമായ സ്നേഹം മുഴുവൻ ഞാൻ നമ്മുടെ മോക്ക് കൊടുക്കാൻ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മോൾ എന്നെ തള്ളി പറഞ്ഞപ്പോ അതോടെ എല്ലാം തീർന്നെന്ന് ഞാൻ കരുതി. തറവാട്ട് ക്ഷേത്രത്തിലെ 4 വരി കീർത്തനം ശ്യാമയുടെ ജീവിതത്തിലെ അവസാന വരികളാകുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ആ നടയിൽ അമ്മ എന്നുള്ള അവളുടെ വിളിയില്ലാതിരുന്നെങ്കിൽ എന്നേ ഞാൻ അവസാനിപ്പിച്ചേനെ, എന്നേക്കുമായിട്ട്. എന്റെ മോള് എന്നെ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച് അതിനിയുള്ള കാലം അവളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ.